നമ്മൾ നാളെ എനർജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മയിലിരുന്നത്, അതായത് ഈ ഗ്രീൻ എനർജിന്റെ അവൈലബിലിറ്റി കൂട്ടാനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ നമ്മൾ കൺസർവേറ്റീവ് സ്കാസിറ്റി ആ മൈൻഡ് സെറ്റ് മാറ്റണം. കാരണം നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കിടമ്പോൾ ലൈറ്റ് ഓഫ് ആക്കണം, AC ഓഫ് ആക്കണം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിന്റെ ആവശ്യമില്ല. ഗ്രീൻ എനർജിന്റെ അവൈലബിലിറ്റി കൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പറ്റി വറീഡ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കമന്റ് സെക്ഷനിൽ എല്ലാവരും പറയാണ്, അപ്പൊ കറണ്ട് ബില്ല് നിങ്ങൾ ഒന്ന് അടക്കും എന്നുള്ള രീതിക്കൊക്കെ വന്ന് ചോദിക്കുന്നത്. സോളാർ ബില്ല് വെച്ച വീടുകളുണ്ട് കേട്ടോ എന്റെ ഫാമിലിയിൽ. ഓരോന്നും പിന്നെ AC ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളതിനെ പറ്റി ആവശ്യമില്ല. എന്താ വെച്ചാൽ ദേ ആർ പ്രൊഡ്യൂസിങ് ഇറ്റ്. ഒരു നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പറഞ്ഞിട്ട്. അതായത് ലോകം ഒരു സ്കാഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. സ്കാഴ്സിറ്റി എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് മെന്റാലിറ്റിയാണ് നമുക്ക് മനസ്സിലാവും. കാരണം ഒരു ടെക്നോളജിയുടെ ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതും സ്കാഴ്സ് അല്ല. ഇപ്പോൾ പെട്രോൾ തീരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ എനർജി സൊല്യൂഷൻസ് വന്നുകൊണ്ടിരിക്കുക. അന്തരീക്ഷത്തിൽ മോയ്സ്ചറിന്ന് വെള്ളം ഉണ്ടാക്കുന്ന ടെക്നോളജികളൊക്കെ ഉണ്ട്. അതിനെ എഡിബിൾ ആക്കാനുള്ള ടെക്നോളജികളിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, 1 ലിറ്ററിന്